ഇപ്പോൾ നമ്മളുടെ കൂടെ ദോഹയിൽ നിന്നും ഷംസീർ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ദോഹയിലെ സാഹചര്യം എങ്ങനെയാണ്? താങ്കൾ അവിടെ സേഫ് ആണോ? നിലവിലെ സാഹചര്യം ഏത് രീതിയിലാണ് ഇപ്പോൾ ദോഹയിൽ ഈ ഒരു ആക്രമണമൊക്കെ നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്നത്? നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പൊ പ്രസന്റ് ഇപ്പോൾ വർക്കുകൾക്ക് ഹോമിൽ തന്നെയാണ്, വർക്ക് ഹോം ആണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റും പ്രൈവറ്റ് സർക്കിളൊക്കെ വർക്ക് ഹോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ സേഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടൊക്കെ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എയർപോർട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എയർപോർട്ടിന്റെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി തീരുമാനമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേറെ അവര് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഇപ്പം എംബസിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 24 hours എംബസി അവൈലബിൾ ആണ്. അതുകൂടാതെ പിന്നെ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഞങ്ങൾ റൂമിൽ നിന്നുകൊണ്ട് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നൊരു ഇതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഒമാനിൽ നിന്നും ഒരു പ്രവാസി തന്നെയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഒമാനിലെ സാഹചര്യം. നമസ്കാരം, താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? സാങ്കേതിക പ്രശ്നം നേരിടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദോഹയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും വിമാന സർവീസുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒട്ടേറെ പ്രവാസികൾ ഉള്ളൊരു മേഖല തന്നെയാണ് ഇപ്പോൾ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. അതിനാൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും കൂടി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇറാനെതിരെയുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങളടക്കം പല ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. GCC കൗൺസിൽ യോഗം ചേർന്ന് മുന്നറിയിപ്പ് അടക്കം ഇറാന് നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു ആക്രമണം തുടരാൻ തന്നെയാണ് ഇറാന്റെയും തീരുമാനം. അതോ ഷംസീർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഷംസീർ, കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ തന്നെ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? അതെ, ഫ്ലാറ്റുകളിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടാണുള്ളത്. വർക്കുകളൊക്കെ ഹോം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അത് കൂടുതൽ വിവരങ്ങൾ അവർ എല്ലാ ദിവസവും തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മണിക്കൂറുകളിലും ഞങ്ങൾക്ക് സൈറൺ വരുന്നുണ്ട്. അതിന്റെ ആ സൈറണിലൂടെ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരുന്നുണ്ട്. എംബസിയുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എംബസി 24 hours ചെയ്തിട്ടുണ്ട്. സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ടോ അവര്? അതെ, അവർ മൊബൈലിലേക്കാണ് സൈറൺ തന്നിരിക്കുന്നത്. ആ മൊബൈൽ സൈറണിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെ തരുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം തന്നെ നമുക്ക് തരുന്നുണ്ട്. ശരി, എന്തായാലും സുരക്ഷിതമായി നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരുക. എത്രയും വേഗം ഈ ഒരു സമാധാനം അല്ലെങ്കിൽ ആക്രമണ രീതിയൊക്കെ മാറി ഒരു സമാധാനപരമായ രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളടക്കം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ പാലിച്ച് കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരാൻ താങ്കളോടടക്കം മറ്റ് പ്രവാസികളോടടക്കം ആവശ്യപ്പെടുകയാണ്. നന്ദി പ്രതികരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. എന്തായാലും പ്രവാസികളടക്കം ആശങ്കയിലാണ്. എങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവർ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കൃത്യമായ നിർദ്ദേശങ്ങളടക്കം പാലിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഗൾഫ് മേഖലയിലടക്കം ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു തന്നെയാണ്
ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണകൂടം അടക്കം മുന്നോട്ട് പോകുന്നത് കൃത്യമായ രീതിയിൽ സാഹചര്യങ്ങളടക്കം വിലയിരുത്തി സുരക്ഷാ മുൻകരുതലുകൾ എടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു ആക്രമണത്തെ ഏത് രീതിയിലും ചെറുക്കാൻ തങ്ങൾ സന്നദ്ധരാണ് എന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ GCC കൗൺസിൽ യോഗമടക്കം ചേർന്നത്. ആ ഒരു കൗൺസിൽ യോഗത്തിൽ സ്ഥിതിഗതികൾ അടക്കം വിലയിരുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഈ ഒരു ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് GCC കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മുന്നറിയിപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ട്